ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് തേനീച്ചക്കൂട്ടിൽ നിന്ന് തേനെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ PVC കൊണ്ടുണ്ടാക്കിയ തേനീച്ചക്കൂടാണ്. ഇതിനകത്തുനിന്ന് തേനെടുക്കുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എങ്ങനെ തേനീച്ചയുടെ ആക്രമണം കുറഞ്ഞ രീതിയിൽ തേനെടുക്കാം എന്നാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു കാലിയായിട്ടുള്ള ഒരു ബോട്ടിലെടുത്തിട്ട് അതിനകത്തേക്ക് തേനീച്ചേനെ കുറച്ച് പിടിച്ചു വയ്ക്കുക. കുറച്ച് തേനീച്ചേനെ നമുക്കിങ്ങനെ കിട്ടും. അതിന് ശേഷം ഒരു തുണി വെച്ച് ഇത് അടച്ചിട്ട് ഒരു തണലുള്ള സ്ഥലത്ത് വെക്കുക. വെയിലുള്ള സ്ഥലത്ത് വെക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂടടിച്ച് ചത്തു പോകുന്നതാണ്. അതുകൊണ്ട് നമ്മളിത് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൂടുതൽ താമസിപ്പിക്കരുത്. അതിന് ശേഷം മുകൾ ഭാഗമായിട്ടുള്ള ഹണി ചേമ്പറാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത്. അത് നമ്മൾ സൂക്ഷിച്ച് വേണം എടുക്കാൻ. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ തേനീച്ചകളുണ്ടാവും. അവ ചത്തു പോകാണ്ട് നോക്കണം. ചത്തു പോയിട്ടുണ്ടെങ്കിൽ അവ നമ്മൾ കൂട്ടമായിട്ട് വന്നിട്ട് ആക്രമിക്കും. മറ്റു തേനീച്ചകൾ കൂട്ടമായിട്ട് വന്നിട്ട് ആക്രമിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഹണി ചേമ്പറിൽ കുറച്ച് തേൻ അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ തേനീച്ചക്കൂട് വെച്ചിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അപ്പോൾ താഴ്ഭാഗത്താണ് കൂടുതൽ തേൻ അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാനത് എടുക്കാൻ പോവുകയാണ്. ഒരു സ്റ്റീലിൻ്റെ പൈപ്പോ അല്ലെങ്കിൽ കത്തിയോ സ്പൂണോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് എടുക്കാം. കൈ കൊണ്ട് ഡയറക്റ്റായിട്ട് ടച്ച് ചെയ്യാണ്ട് വേണം എടുക്കാനായിട്ട്. അത് ശ്രദ്ധിക്കണം. തേൻ ധാരാളമുണ്ട്. ഒരു ഒക്ടോബർ മാസത്തിലാണ് ഈ തേനീച്ചക്കൂട്ടിലേക്ക് തേനീച്ചകൾ തന്നെ വന്ന് കയറിയിട്ടുള്ളതാണ്. ഇത് തേനീച്ചേനെ പിടിച്ചു വെച്ചതല്ല, തന്നെ വന്നിട്ട് ഈ തേനീച്ചക്കൂടിലേക്ക് ഞാനൊരു കാല് കൂടെ അവിടെ വച്ചേക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് തേനീച്ചകൾ തന്നെ വന്ന് കയറി. അതുകൊണ്ട് കൂടുതൽ തേനീച്ചകളായിട്ടാണ് വന്നത്. സ്വാമിങ് നടന്ന് വന്ന തേനീച്ചകളാണ്. അതുകൊണ്ട് കൂടുതൽ തേനീച്ചകൾ ഇതിനകത്തേക്ക് വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ കുറഞ്ഞ കാലം, അതായത് ഞാൻ തേനെടുക്കുന്നത് ഒരു ഫെബ്രുവരി മാസത്തിലാണ്. ഒരു 4 മാസം കൊണ്ടാണ് ഇത്രയും കൂടുതൽ തേൻ അവർ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഇതിനകത്ത് വളർച്ചയുണ്ടായി തേനീച്ചയ്ക്ക്. സ്വാമിങ് എന്ന പ്രൊസീജിയർ നടന്നിട്ടുള്ളത് കൊണ്ടാണ് കൂടുതൽ തേനീച്ചകൾ പുറത്തുനിന്ന് വന്ന് കയറിയിട്ടുള്ളത്. സ്വാമിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ഈ ചാനലിൽ തന്നെ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കണ്ടു നോക്കാം സ്വാമിങ് എന്താണെന്നും അതെങ്ങനെ കൂടുതൽ തേനീച്ചകൾ വരുന്നു എന്നൊക്കെ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തേനീച്ച കൂട്ടിൽ നിന്ന് ഞാൻ തേനറകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാക്സിമം എടുത്തു കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് താഴ്ഭാഗം വച്ചിട്ട് അടയ്ക്കണം. നമ്മൾ അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, തേനീച്ചകൾ പരിക്ക് പറ്റാണ്ട് നോക്കണം. തേനീച്ചകൾക്ക് അങ്ങനെ പരിക്ക് പറ്റാണ്ട് ശ്രദ്ധിച്ചു വേണം തേനീച്ചക്കൂട് അടച്ചു വയ്ക്കാനായിട്ട്. നമ്മളിപ്പോൾ തേനീച്ചക്കൂട് അടച്ചു. അതിന് ശേഷം ഇരുന്ന പൊസിഷനിൽ തന്നെ തേനീച്ചക്കൂട് കൊണ്ട് വെച്ചിട്ട് നമ്മൾ ആദ്യം കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേനീച്ചകളെ തുറന്ന് വിടണം. അവിടെ കുപ്പിയിൽ അടച്ചു വെച്ചത് ഊരിയിട്ട് അവിടെ വെച്ചാൽ മതി. അപ്പോൾ തേനീച്ചകൾ തന്നെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് തന്നെ കയറിക്കോളും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തേനീച്ചയുടെ ആക്രമണം കുറച്ച് നമുക്ക് തേനെടുക്കാം.